പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE പുതിയ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഈ പുതിയ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ച് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മെൻസ് ഡിവിഷനും വുമൻസ് ഡിവിഷനും വേണ്ടിയിട്ട് രണ്ട് പുതിയ ചാമ്പ്യൻഷിപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ട്രിപ്പിൾ എച്ച് പങ്കുവെക്കുന്നത് അനുസരിച്ച് WWE പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ID എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ID എന്ന് പറയുന്ന പ്രോഗ്രാം ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സിന് WWE ഒരു കോൺട്രാക്റ്റ് പോലെ ഒരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്. WWEയുടെ പെർഫോമൻസ് സെൻറ്ററിൽ വന്നിട്ട് ട്രെയിൻ ചെയ്യാനും WWEയുമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു കോൺട്രാക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള റെസ്ലേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് വേണം എന്നില്ല. ID എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവർ ഭാഗമായി മതി. അപ്പോൾ അത്തരത്തിലുള്ള റെസ്ലേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പുകൾ. അപ്പോൾ മെൻസ് ഡിവിഷനും വുമൻസ് ഡിവിഷനും വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ കണ്ടിട്ട് കൊള്ളാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് WWEയുടെ ബാക്ക് സ്റ്റേജിൽ നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നത്തെ സംബന്ധിച്ചാണ്. വുമൻസ് ഡിവിഷൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. റസൽമീനിയ 41 വുമൻസ് ഡിവിഷനെ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ് വുമൻസ് ഡിവിഷൻ്റെ ലോക്കർ റൂമിൽ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത് ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് സത്യസന്ധമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് റസൽമീനിയ 41 വെറുതെ ടാഗ് ടീം മത്സരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നും എന്നാൽ കുറച്ചധികം റെസ്ലേഴ്സ് അതിനെ റിജക്റ്റ് ചെയ്തു എന്നും വുമൻസ് ഡിവിഷനെ സംബന്ധിച്ച് അവർ പങ്കുവെക്കുകയുണ്ടായി. വുമൻസ് ലോക്കർ റൂമിലെ കുറേയധികം റെസ്ലേഴ്സ് WWE ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള റസൽമീനിയ 41 പദ്ധതികളെ സംബന്ധിച്ച് വലിയ ഫ്രസ്ട്രേഷൻ ക്രിയേറ്റീവ് ടീമിൻ്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് എന്നും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ റിപ്പോർട്ടിലില്ലാത്ത ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വുമൻസ് ഡിവിഷനിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരാനുള്ള മുഖ്യ കാരണം ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഒരു തിരിച്ചുവരവും ഷാർലറ്റ് വുമൻസിൻ്റെ റോയൽ റംബിളിൽ വിജയിച്ച് ആ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നതും ഒരു കാരണമാണ്. രണ്ടാമത്തേത് റിയ റിപ്ലി, ലിവ് മോർഗൻ തുടങ്ങിയവരുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നതാണ്. കഴിവുള്ള റെസ്ലേഴ്സ് തന്നെയാണ് ഷാർലറ്റും റിയയും ലിവ് മോർഗനും. പക്ഷേ എല്ലാവരും കണ്ട് ശീലിച്ച അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. മറ്റ് താരങ്ങൾക്ക് കയറി വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനാണ് നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിൻ്റെ മുന്നിലേക്ക് മറ്റ് വുമൻസ് ഡിവിഷനിലെ ലോക്കർ റൂമിലെ റെസ്ലേഴ്സ് വെച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും വുമൻസ് ഡിവിഷന് ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡുകളിൽ കൃത്യമായി ഒരു പരിഗണന കൊടുക്കും എന്ന് വിചാരിക്കാം. അതിന് പ്രകാരമാണെന്ന് തോന്നുന്നു ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ലൈറ വാൽക്കീരിയയുടെ കൈവശമുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരമൊക്കെ അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ ഡെയിലി മെയിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഡെയിലി മെയിൽ എന്ന ഈ ഒരു പ്രോഗ്രാമിന് ഗുന്തർ കൊടുത്ത ഇൻ്റർവ്യൂ ഗുന്തർ ക്യാരക്ടറിൽ നിന്ന് പറഞ്ഞതാണോ അതോ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്ന് അറിയില്ല. എന്തായാലും ഗുന്തർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഗുന്തർ പറഞ്ഞത് ജെ ഊസോയ്ക്കെതിരെയുള്ള റസൽമീനിയ 41 മത്സരത്തിന് തനിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം ജെ ഊസോയും ഞാനും ഇതിനു മുൻപ് പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നേക്കാൾ മികച്ചതായിട്ട് തനിക്ക് തോന്നുന്ന ഒരു റെസ്ലറിനെതിരെ റസൽമീനിയയിൽ മത്സരിച്ച് കയറാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ മാത്രമേ അത് തനിക്ക് ഗുണകരമാകൂ എന്നുള്ളതും ഗുന്തർ ഈ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഇതേ വാക്കുകൾ തന്നെ ഗുന്തർ റോ എപ്പിസോഡിലും ജെ ഊസോയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റോറിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണോ അതോ ജെ ഊസോയുമായിട്ടുള്ള ആ ഒരു മത്സരത്തിന് പ്രത്യേകിച്ച് ആരാധകർക്കിടയിൽ വലിയ ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് ആ ഫ്രസ്ട്രേഷനിൽ ഗുന്തർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഗുന്തർ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ ഡെയിലി മെയിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഗുന്തറിൻ്റെ ഈ ഒരു അഭിപ്രായം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജെ ഊസോ വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരം ഗുന്തറിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വേസ്റ്റ് മത്സരങ്ങളിൽ ഒന്നായിരിക്കുമോ? റസൽമീനിയ ചരിത്രത്തിൽ ബിൽഡപ്പ് കുറഞ്ഞ വേൾഡ് ടൈറ്റിൽ മത്സരങ്ങളിൽ ഒന്നായിരിക്കുമോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ദ റോക്കിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് നിലവിൽ ലഭിക്കുന്ന റൂമേഴ്സിനെ സംബന്ധിച്ചാണ്. ഈ റൂമേഴ്സിന് തുടക്കം കുറിക്കുന്നത് റോക്ക് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ റോക്ക് തിരിച്ചുവരവിനോട് ഒരു സൂചന നൽകുന്നുണ്ട്. റോക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ പോലെയാണ്
ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. ഒരു കാര്യവും മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ വിചാരിക്കുന്ന അന്ന് തന്നെ ചെയ്തു തുടങ്ങുക. ഡേ 1 അന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തു തുടങ്ങുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മോട്ടിവേഷണൽ ടൈപ്പാണ് റോക്ക് പങ്കുവെക്കുന്ന വീഡിയോ എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും അതിൽ റോക്ക് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. ഡേ 1 ഡേ എന്നുള്ളതൊക്കെ. അതൊക്കെ WWE പ്രൊമോസിൽ റോക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന, അതുപോലെ തന്നെ റോമൻ റീൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വാക്കുകളാണ്. ആ ഒരു വാക്കുകൾ ഇപ്പോൾ റോക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ പറഞ്ഞു പോകുക മാത്രമല്ല, റോക്കി ഈ വീഡിയോയുടെ അവസാനം അദ്ദേഹം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ജിമ്മിലേക്ക് കയറുന്നുണ്ട്. ആ ജിമ്മിലേക്ക് കയറുന്നതും കൂടി കാണിച്ചു തരുമ്പോൾ റോക്ക് റിംഗ് റിട്ടേണിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന വീഡിയോയിലൂടെ നൽകുകയാണോ എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ റോക്കിൻ്റെ ഈ വാക്കുകൾ കൂടി നമ്മൾ ഒത്തുചേർത്ത് നോക്കുമ്പോൾ റോക്ക് WWEയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ സൂചനയാണോ നൽകുന്നത് എന്നുള്ളൊരു റൂമർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോക്ക് തന്നെയാണ് ഇതിൻ്റെ കാരണം. എന്തായാലും ആ ഇൻസ്റ്റഗ്രാമിൽ റോക്ക് പങ്കുവെച്ച വീഡിയോയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. Man, I was just thinking about this. It's like, what a beautiful day. I was just thanking the universe and thanking God for this blessing of just a beautiful day. And it reminded me of this philosophy that I want to share with you guys that I think about. I don't think about it every day, but I do think about it a lot. It's a philosophy of one day as opposed to day 1. So the idea is, what is that thing that's been gnawing at our gut that we wanted to do, wanted to accomplish? What's that goal? What's that mountain we've wanted to climb, the mountain we've wanted to move, the mountain we've wanted to create? What is it? Is it a job you wanted to get? Is it a raise? Is it a promotion? Is it something in school? Is it self-care, self-help? Is it getting in the best shape of your life? Is it understanding your body more? What is it? What is that thing? Is it a relationship? Is there someone you've always wanted to talk to? Someone you've always wanted to get to know? Is it kids? Whatever it is. I love that kids part. It's my favorite because it means just, practicing, which is always the most important thing. But the idea is that one day, like, one day I'll do that thing that I've always wanted to do. I'll do it one day. We do that. I'm guilty of that shit all the time. I'll do it one day. Or you make the commitment now and you say, this is day 1. This is day 1 that I'm going to do that thing. And the reason why it's appropriate, like I woke up this morning not only giving thanks to this beautiful day, but also there's been a thing or two in my life that it's been in the one day camp. It's kind of just been hanging out in the one day. I'll do that thing one day. I woke up this morning and I said, fuck that. Today is day 1. I am on a mission to get this particular thing done, and I'm going to get it done. I do believe that when we put that kind of action out there, when you put that kind of energy out there in the world, that the universe works on our behalf. It meets us halfway. God, the universe, whatever you believe in, a higher power, maybe you don't. But I do believe action begets action. So think about that for a second. Is today that day where you go, or you continue to go, one day I'll do that thing? Or is today that day where you go, today's the day. Today's day 1. You get one day over with. You get day 1 over with, and then the momentum starts and it builds right now. So have a great day and make it your day 1. Or make it your, fuck it. Make it your one day. But I promise you, things are much better when the universe conspires for you and you make it day 1. All right. Have a productive day. I'm going to take my ass here. This is a hot ass gym, by the way. Left the heater on. Cardio time on an empty stomach. Here we go. Day 1.